അധ്യക്ഷൻ ബഹുമാന്യനായ വാസവൻ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാകുന്നത്. വളരെ നിർഭാഗ്യകരമായ ഒരു ദുരന്തമാണ് ബിന്ദുവിൻ്റെ കുടുംബത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലായിരിക്കുമ്പോൾ 57 വർഷങ്ങൾ പഴക്കമുള്ള സർജിക്കൽ ബ്ലോക്ക് ഉപയോഗയോഗ്യമല്ല എന്ന് കണ്ട് ഉപയോഗിക്കാതെ ഇട്ടിരുന്ന ബ്ലോക്ക്, അതിനകത്തേക്ക് കുളിക്കാനോ മറ്റോ പോയ അവസരത്തിൽ ആ ബ്ലോക്ക് തകർന്നു വീണതിനെ തുടർന്നാണ് ബിന്ദുവിനെ നമുക്ക് നഷ്ടമായത് എന്ന് ഏവർക്കും അറിയാം. ആ സാഹചര്യത്തിൽ കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്ന അമ്മയുടെ വിയോഗത്തിൽ വളരെയധികം വേദന അനുഭവിച്ച കുടുംബത്തെ കാണാനെത്തിയപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നൽകും എന്ന വാക്ക് നാഷണൽ സർവീസ് സ്കീം എന്ന സംഘടനയുടെ ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് വച്ചത്. 3 മാസത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ദൗത്യം ഏറെ തൃപ്തികരമായ നിലയിൽ നിറവേറ്റി മനോഹരമായ വിധത്തിൽ തന്നെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം അഭിമാനമുണ്ട്. നാഷണൽ സർവീസ് സ്കീമിനോട് ഈ സന്ദർഭത്തിൽ സർക്കാരിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ NSS യൂണിറ്റ് വളരെ നല്ല നിലയിൽ ഉത്തരവാദിത്തപൂർവമാണ് അവരുടെ കടമ നിർവഹിച്ചത്. ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ ശിവദാസ് നേതൃത്വം നൽകുന്ന മഹാത്മാഗാന്ധി സർവകലാശാലയിലെ NSS യൂണിറ്റിനോടും മറ്റ് ഈ പ്രവർത്തനവുമായി സഹകരിച്ച മറ്റ് NSS യൂണിറ്റുകളോടുമൊക്കെ തന്നെ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അന്ന് ആ തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ കൂടെ നിന്ന സംസ്ഥാന NSS ഓഫീസർ, വളരെ ചെറുപ്പമായിരുന്ന ഡോക്ടർ അൻസാർ അകാലത്തിൽ നമ്മെ ഇതിനിടയിൽ വിട്ടുപിരിഞ്ഞു എന്നുള്ള വേദനാജനകമായ ഒരു കാര്യം കൂടി സംഭവിച്ചിരുന്നു എന്ന് ഞാനിവിടെ സദസ്സിൽ അറിയിക്കുകയാണ്. ഈ കാര്യം മാത്രമല്ല, ഭവനരഹിതരായ ഒട്ടേറെ പേർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് 1000 വീടുകൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഭവനരഹിതർക്ക് വെച്ചു കൊടുക്കും എന്ന തീരുമാനമെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ അൻസാറാണ് നമ്മെ വേർപിരിഞ്ഞു പോയത്. ഈ സന്ദർഭത്തിൽ ആ സഹോദരൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. ബഹുമാന്യനായ വാസവൻ മിനിസ്റ്റർ ദുരന്തത്തെ തുടർന്ന് കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. കുടുംബത്തിന് ധനസഹായം എന്ന നിലയിൽ 10.5 ലക്ഷം രൂപ സർക്കാർ കൈമാറി. വളരെ മിടുക്കനായി പഠന മേഖലയിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി കരസ്ഥമാക്കിയ മകന് ആ ബിരുദത്തിന് ആനുപാതികമായ നല്ല ജോലി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എഞ്ചിനീയറായി തന്നെ നിയമനം നൽകാൻ ക്യാബിനറ്റ് തീരുമാനമെടുത്തു. മകൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയോടുകൂടി തന്നെ കൂടെയുണ്ടായി. ഇനിയും എനിക്ക് കുടുംബാംഗങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ വലിയ ഒരു ദുരന്തമുണ്ടായി. പക്ഷെ ആരൊക്കെ കൂടെ ഉണ്ടായാലും അമ്മ എന്ന ആ വലിയ പദത്തിന് പകരം വയ്ക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട്. എങ്കിൽ പോലും എന്ത് പ്രയാസമുണ്ടെങ്കിലും അമ്മയ്ക്കും വിശ്രുതൻ ചേട്ടനും മക്കൾക്കും ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ള ഒരു വാക്ക് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായവരോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഏറ്റവും മികച്ച മുന്നേറ്റങ്ങളുടെ അനുഭവങ്ങൾ കാഴ്ചവെച്ച ഒരു സന്ദർഭം കൂടിയാണ് ഈ സർക്കാരിൻ്റെ കാലം. 194 കോടി രൂപ ചെലവിൽ 8 നിലകളിലായി 14 ഓപ്പറേഷൻ തിയേറ്ററുകളോട് കൂടിയ സർജിക്കൽ ബ്ലോക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ പണി തീർത്തത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. ഉപയോഗിക്കാൻ കഴിയില്ല, ഉപയോഗയോഗ്യമല്ല എന്ന് കണ്ട് അബാൻഡൻ ചെയ്തിരുന്ന കെട്ടിടത്തിലാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ബിന്ദു കുളിക്കാനായിട്ട് പോയത്. അതാണ്
ഇടിഞ്ഞു വീണത്. ആ സംഭവത്തെ മുൻനിർത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ആർജിച്ച നേട്ടങ്ങളെ തമസ്കരിക്കാനുള്ള വലിയ പരിശ്രമം ഇവിടെ നടക്കുകയുണ്ടായി എന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. എല്ലാ കാര്യത്തിലും വളരെ ഉത്തരവാദിത്തപൂർവ്വം ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ പോലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന കൃതഹസ്തതയോടുകൂടി കേരളത്തെ നയിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് സാഭിമാനം ഈ വേദിയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ തീരുമാനങ്ങൾ നടപ്പാക്കിയതിനൊക്കെ പുറകിൽ അദ്ദേഹത്തിൻ്റെ കാര്യമായ ഇടപെടലുകൾ ഉണ്ടായി, മാർഗനിർദ്ദേശമുണ്ടായി എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഞങ്ങളൊക്കെ ഏറ്റെടുത്ത എല്ലാ ദൗത്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാൻ സുമനസ്സുകളായ ഒട്ടേറെ പേർ സഹകരിക്കുകയുണ്ടായി. ഒരിക്കൽ കൂടി സർക്കാരിനു വേണ്ടി അവരോടൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബിന്ദുവിൻ്റെ കുടുംബത്തിനോട് നമുക്കെല്ലാമുള്ള ഐക്യദാർഢ്യവും സ്നേഹവും ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദുരന്തമുണ്ടായപ്പോൾ വിശ്രുതൻ ചേട്ടനും അമ്മയും ആ 2 മക്കളും കാണിച്ച മാന്യതയും അന്തസ്സുറ്റ പെരുമാറ്റവും അത് അടിവരയിട്ട് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് അവർ ആ സന്ദർഭം കൈകാര്യം ചെയ്തത്. കേരളത്തിലെ മുഴുവൻ പേരുടെയും പ്രതിനിധി എന്ന നിലയിൽ തന്നെ ഞാൻ അതിന് അവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദിക്കുന്നു.